ഇടംബലം ഇബിലീസാടുന്നു, ബരജിബിരിൽ അവനോടുന്നു, മരണം അടുത്തൊരടിയനിലേ. സഫലമാല നല്ലാത്ത മാലയാണ്. 10-14 തസവൂഫിന്റെ കിതാബുകളുടെ രത്നച്ചുരുക്കം കവിതയിൽ ബഹുമാനപ്പെട്ട ഷിജായി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സൂഫിയും വലിയ കറാമത്തുള്ള മഹാനുമായിരുന്നു. മുത്തുനബിന്റെ സീറയിൽ നീണ്ട 3 വാള്യമുള്ള ഫൈദുൽ ഫത്താഹ് എഴുതിയത് മഹാനാണ്. വലിയ വിശദീകരണങ്ങളൊക്കെ മങ്കൂസ് മൗലൂദിന് എഴുതിയിട്ടുണ്ട്, മറ്റു പല കിതാബുകളും എഴുതിയിട്ടുണ്ട്. ഷിജായി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ വല്ലാത്ത മഹാനായിരുന്നു. മഹാനവറുടെ തസവൂഫിന്റെ ആശയങ്ങൾ മഹപ്പിള പാട്ടിന്റെ ഈരടി ഇശലിലൂടെ അവതരിപ്പിച്ച മാലയാണ് സഫലമാല. സാരം തിരിന്തോർക്ക് സഫലമാല, സാരം തിരിയാത്തോർ കഫലമാല, മാല മണിമാല കമാല മാല. സാരം തിരിന്തോർക്ക് സഫലമാല, അർത്ഥമറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ, അത് ഉൾക്കൊണ്ട ആളുകൾ, അവരാണ് തിരിഞ്ഞോര് പറഞ്ഞത്. സാരം തിരിയാന്ന് കേട്ടാ അങ്ങനെ അർത്ഥം മനസ്സിലാകുന്നില്ല. അതെന്താണെന്ന് ഉൾക്കൊള്ളുന്ന മനസ്സുള്ളവർക്ക് സഫലമാല വല്ലാത്ത ഫലം ചെയ്യുന്ന മാലയാണ്. സാരം തിരിയാത്തോർ കഫലമാല. വെറുതെ ട്യൂണുകളിൽ പാട്ട് പാടിയിട്ട് എന്ത് കാര്യം? വെറുതെ പാട്ട് പാടിയിട്ട് എന്ത് കാര്യം? ഒന്നിലേക്കും ചിന്തയില്ലാതെ വെറും ശബ്ദങ്ങൾ കൊണ്ട് കാര്യമില്ല. ജീവുണ്ടായിരിക്കണം പാട്ടിനിക്ക്. ബുറുദ ചൊല്ലുകയാണെങ്കിലും ജീവുണ്ടെങ്കിൽ അതൊരു ബുറുദയായിരിക്കും, അതൊരിക്കലും വെറുതെയാവൂല. വല്ലാത്ത ഫലം ചെയ്യും. ആത്മാവ് കൊണ്ട് പാട്ട് പാടണം, ആത്മാവ് കൊണ്ട് വാള് പറയണം, ആത്മാവ് കൊണ്ട് ദർസ് നടത്തണം, ആത്മാവ് കൊണ്ട് ഉപദേശം നടത്തണം. എങ്കിൽ ഖൽബിന്റെ ആഴത്തേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ കാതിൽ തട്ടി അതങ്ങ് തട്ടിപ്പോകും. നല്ലവർ കേട്ടാ തന്നെ ആത്മാവില്ലാത്ത പ്രസംഗങ്ങൾ, ആത്മാവില്ലാത്ത ലേഖനങ്ങൾ, ആത്മാവില്ലാത്ത പാട്ടുകൾ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷേ ചെറിയ ഫലങ്ങൾ കിട്ടിയേക്കാം, നല്ലതല്ലേ ചെയ്യുന്നത്. അതാണ് സഫലമാല. അല്ലാത്ത ഫലം ഭയങ്കര പാട്ട്. അതിന്റെ പല ഭാഗങ്ങളും നമുക്കൊക്കെ അറിയും, പക്ഷെ അതൊന്നും പറയാൻ ടൈമില്ല. ഇത് അങ്ങനെ ബുറുദയുടെ പ്രത്യേകതകൾ വളരെ കൂടുതലാണ്. എത്ര വിശദീകരണം ബുറുദക്ക് എഴുതപ്പെട്ടത്? എത്ര 1000-400ഓളം വിശദീകരണങ്ങൾ ബുറുദക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലേറെയുണ്ട്. 300 ബുറുദയെ പറ്റി ഒരു ചെറിയ ബുറുദ ഒരു ലഘു പഠനം എന്ന പേരിൽ ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മുതഅല്ലിമീങ്ങൾ ആ ലേഖനം വായിക്കുന്നത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിപ്പിക്കാൻ, കിതാബിലേക്ക് എത്തിക്കാൻ അത് ഉപകരിക്കും. ഞാൻ അങ്ങനെ എഴുതിയതാ. അതിന് പഞ്ചവൽക്കരങ്ങൾക്ക് കണക്കും കഴിയുമില്ല ബുറുദക്ക്. പിന്നെ തശ്തീർ, തശ്മീത്ത്, പല പരിപാടികളും കവിതയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഈ സദസ്സിൽ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, ടൈം പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, അതിനു വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചത്. 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് ഇവിടുന്ന് കൂരുകുയ്ത്തങ്ങൾ പാപ വന്ന് നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഇവിടുത്തെ ഉമ്മമാര്, ഉപ്പമാര്, കുട്ടികൾ, ചെറുപ്പക്കാരികൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അത് എത്തുമാറാകട്ടെ. നമ്മൾക്കൊക്കെ മുത്തുനബി തങ്ങൾ എന്തെങ്കിലും തിരിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഇതിന്റെ പേരിൽ നൽകുമാറാകട്ടെ. സലാമുലേരി കാര്യമായി പറഞ്ഞത് ഇതൊക്കെ കൂടി സംഘടിപ്പിക്കാനുള്ള കാരണം ഉസ്താദെ, ഇപ്പം തന്നെ ഇവിടെ അധിക സ്ഥലങ്ങളിലും വെള്ളം ഇല്ലാതെ ആയിരിക്കും. അതൊരു വലിയ നിയ്യത്താണ്. അല്ലാഹു തആല ഇതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ ആരെയും ബലാകളിൽ പെടുത്താതിരിക്കട്ടെ. റബ്ബ് തആല വെള്ളത്തെ വലിച്ചു കൊണ്ടുപോയാൽ ഉപകാരപ്രദമായ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരുമെന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ആര് കൊണ്ടുവന്നു തരും? ഒരു ശാസ്ത്രത്തിനും കഴിയില്ല, ഒരു കൊമ്പനും കഴിയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ഏത് കൊമ്പനെയും സുജൂദിൽ തള്ളിയിടാൻ റബ്ബ് തആല തീരുമാനിച്ചാൽ കഴിയുന്ന ഒന്നാണ്. മലപ്പുറം ജില്ല വല്ലാത്ത ബറക്കത്തുള്ള ജില്ലയായിരുന്നു. പക്ഷേ പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കുടികയറി. മുസ്ലിം ഉമ്മത്ത്, അതും സുന്നികളുടെ പേരിലുള്ളവർ, അത് ഉൾക്കൊണ്ട് ആ സ്വഭാവം, ആ ഡ്രസ്, ആ സ്വഭാവം ജീവിതത്തിൽ, സംസാരത്തിൽ, ആ വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ ഒക്കെ ആ സ്വഭാവം ഉൾക്കൊണ്ടു. ഹൈന്ദവരുടെ
അമുസ്ലിമീങ്ങളുടെ ജീവിതം ബാഹ്യത്തിൽ കൊണ്ടു നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലാതെയായി പോയി. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കൊടുങ്കാറ്റ് നടന്നിട്ടുണ്ട്. എന്റെ ഉപ്പയിൽ 2 കൊടുങ്കാറ്റിനെ പറ്റി എന്റെ ഉപ്പയോ പറഞ്ഞപ്പോ ഞാൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ചെറിയ നിലയ്ക്ക് എനിക്കറിയും അതിന്റെ മുസീബത്തുകൾ. തലമത്തട്ടി എന്ന് പറയുന്ന വലിയൊരു രോഗം ഇവിടെ വന്നിട്ടുണ്ട്. വസൂരി ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നാൽ അത് പറ്റിയവർ മരിച്ചുപോയിരുന്നു. എന്നാൽ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ കേൾക്കാത്തൊരു സംഭവമാണ് ഭൂമികിടുക്കം. അത് വന്നാൽ ആരോഗ്യമോ ഒന്നും നോട്ടമില്ല. കെട്ടിടങ്ങളോ പവറുകളോ ആർക്കും ഒന്നും പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു മരുന്നതിനില്ല. അടുത്ത് മലപ്പുറം ജില്ല അടുത്തടുത്തായി 3 പ്രാവശ്യം ചെറിയ നിലക്ക് കുലുങ്ങിയ വിവരം മുഅ്മിനീങ്ങളെ ഇതിന്റെ മുകളിൽ നടക്കുന്ന നമ്മൾ ഓർക്കണം. മദീനയല്ലാതെ രക്ഷയുടെ മാർഗമില്ല. മുസീബത്ത് നിന്ന് കാക്കാൻ ഭൂമികിടുക്കം സംഭവിച്ചാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. റസൂലുള്ളാഹിനെ വിളിച്ച് കരയുകയല്ലാതെ നിവൃത്തിയില്ല. അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. പക്ഷേ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത പേരിൽ വിളിച്ചാൽ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. റഹ്മത്തിനെ വിളിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് റബ്ബിന്റെ അദാബ്. അത് തടുക്കാൻ. നമ്മുടെ ബാപ്പക്ക് ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹമുള്ള മകനാണ്. ഒരു ഉസ്താദിന് വല്ലാത്ത ബഹുമാനമുള്ള ഒരു ശിഷ്യനുണ്ട്. നമ്മൾ ആ ഉസ്താദിന് ദേഷ്യം പിടിച്ചാൽ, ആ ബാപ്പക്ക് ദേഷ്യം പിടിച്ചാൽ ആ മകനിലൂടെയാണ് നമ്മൾ ബന്ധപ്പെടുക. അവര് പറയുമ്പോ തണക്കും. അള്ളാഹു തണക്കുക ചൂടാവുക എന്നത് അള്ളാഹുവിനില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ എതിരിൽ ഈ ലോകത്ത് മൊത്തം പൊതുവേ ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ തെറ്റ് ചെയ്യാനും ഒരു മറയുണ്ട്. തെറ്റ് അനുവദിക്കപ്പെടുകയില്ല എവിടുന്ന് ചെയ്താലും. എന്നാലും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യണം. തെറ്റ് ചെയ്യുന്നവർ അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട് ചെയ്യണം. പരസ്യമായി അങ്ങ് ചെയ്താൽ അള്ളാഹുവിനെ സമൂഹത്തിന് മുമ്പിൽ ധിക്കരിക്കലാണത്. തലമുടി കൊണ്ട് കാട്ടിയിട്ട കോലം പരസ്യമായി എന്നിട്ട് ആ തലയിട്ട് നടക്കല്ലേ. നടന്മാരുടെയും നടിമാരുടെയും തലമുടി അങ്ങനെയല്ലേ? ചെറിയ മക്കളുടെ തലയിൽ മുടിയിൽ നിന്ന് നല്ലൊരു ഭാഗം അത് വടിച്ചു കളഞ്ഞ് അപ്പാച്ചിയാക്കി കൊണ്ടു നടക്കുന്നു മക്കളെ പരസ്യമായി. അത് ആ നടന്മാരുടെ നടിമാരുടെ ഡ്രസ്സുകൾ സ്ത്രീകൾ പുരുഷന്മാർ ഉപയോഗിക്കുന്നു പരസ്യമായി. അശ്ലീല ചിത്രങ്ങൾ പരസ്യമായി കാണുന്നു, ചുമരുകളിൽ പതിച്ചിരിക്കുന്നു. ഒരു പേടിയും ആർക്കുമില്ല. സുന്നി പത്രങ്ങളിൽ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തെ വലിയ പ്രോത്സാഹനത്തോടുകൂടെ പരസ്യം കൊടുക്കുന്നു. സുന്നി പത്രങ്ങളിൽ ഒരു പേടിയുണ്ടോ ഈ വിഷയത്തിന്? അള്ളാഹുവിന്റെ അദാബ് ഈ ഭൂമിക്ക് ഇറങ്ങാതെ വരുമോ ഇങ്ങനെ വന്നാൽ? ചങ്ങല ഭ്രാന്തിന് കെട്ടിയിടാനുള്ളതാണ്. ചങ്ങലക്ക് ഭ്രാന്തായാൽ പരിഹാരമുണ്ടാവുകയില്ല. ഓരോ ബേസും പറഞ്ഞിട്ട് ദീന് കൊണ്ട് കാണിക്കുന്ന കോലം, അല്ലാത്ത ദുഃഖങ്ങളാണ് ഇതൊക്കെ. സ്ത്രീകൾ അഴിഞ്ഞാടുന്ന ചിത്രങ്ങൾ വലിയ പ്രോത്സാഹനത്തോടുകൂടെ. കലയത്രേ, കലകൾ കാട് കയറുന്നതിന്റെ എതിരിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ കല നടത്തുന്നത്. കലോത്സവങ്ങൾ നടത്തുന്നത്, കാട് കയറ്റുന്നത് നമ്മൾ തന്നെയാണ്. എല്ലാ കലയും കാണാനും പറയാനുമുള്ളതാണോ? ഈ ഗവൺമെന്റിന്റെ നിർബന്ധത്തിൽ പെട്ട് ചിലതൊക്കെ നമ്മൾ പറയാതിരിക്കേണ്ടി വരും, അത് വേറൊരു കാര്യം. പക്ഷേ പ്രോത്സാഹനമല്ലാത്ത മുസീബത്താണ്. സ്ഥാപനങ്ങളുടെ മുതഅല്ലിമീങ്ങളുടെ തലയെക്കെട്ട് കെട്ടിയിട്ട് മുതഅല്ലിമീങ്ങൾ ഇത്തരം പരിപാടികൾക്ക് പങ്കെടുക്കുകയോ അതിന്റെ മികവ് കൊണ്ട് എന്ത് കാര്യമുണ്ട്? അല്ലാഹുവിന്റെ ദീൻ നശിക്കുകയല്ലാതെ. ഇതൊക്കെ പറഞ്ഞ് കോളറെടുത്ത് കുളിക്കാനൊന്നും ഒരു ന്യായവുമില്ല. ഇതൊന്നും ഇസ്ലാമിൽ ഒരിക്കലും തന്നെ അംഗീകരിക്കപ്പെടുന്നതല്ല. ഇത് വല്ലാത്ത സൂക്ഷിക്കേണ്ട കാലമാണ്. ആരോട് പറയാൻ? ആര് റബ്ബിലേക്ക് കൈപൊക്കും? ആര് പൊക്കിയിട്ട് മറുപടി കിട്ടും? അൽഹംദുലില്ലാഹ്, സാദാത്തുക്കളെ പിടിച്ച്, ബുർദ പിടിച്ച്, ജസൂലിയെ പിടിച്ച്, വിത്തിരിയെ പിടിച്ച്, മുഹമ്മദിയെ പിടിച്ച് അള്ളാഹുലേക്ക് നമുക്ക് കൈപൊക്കാം. എത്രയോ ഉത്തരം കിട്ടുന്ന മഹാന്മാർ ഈ സദസ്സിലുണ്ട്. തങ്ങന്മാർ ഇനിയും വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, എവിടേക്കാണ് നമ്മളെ പോക്ക്? എവിടേക്കാണ് ഇതിന്റെ പോക്ക്?
ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്ക്. ഏതുകൊണ്ടൊക്കെയാണ് റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തെറ്റുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. തെറ്റ് വന്നേക്കാം മനുഷ്യന്റെ കയ്യിൽ. ആ വരുന്ന ടൈമിൽ അള്ളാഹുവിനെ ബഹുമാനിക്കണം. 100 ബഹുമാനമുണ്ടെങ്കിൽ തെറ്റ് വരികയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. എങ്കിലും ബാഹ്യത്തിലൊരു ബഹുമാനം. നമ്മുടെ ഉസ്താദ് അങ്ങാടിയിലേക്ക് പോകരുതെന്ന് നമ്മളോട് പറഞ്ഞു. നമ്മുടെ ഉപ്പ ആ സ്ഥലത്തേക്ക് പോകരുതെന്ന് നമ്മളോട് പറഞ്ഞു. ആ പറഞ്ഞ വിഷയം സത്യവുമാണ്. എന്തോ ഒരു സ്വാർത്ഥതക്ക് പറഞ്ഞതല്ല. എങ്കിൽ ആ ഉപ്പ പറഞ്ഞ ഉപ്പയുടെ മുമ്പിലൂടെ അങ്ങാടിയിലേക്ക് അങ്ങോട്ട് പോകുന്നത് ഉപ്പയെ ചവിട്ടിത്തേക്കലാണ്. എന്നാൽ ഉപ്പ അറിയാതെ ചുളിവിലൂടെ പോയി അങ്ങാടിയിൽ പോയി വരലോ ചെയ്തത് തെറ്റാണെങ്കിലും ഉപ്പയെ ബഹുമാനിക്കലുണ്ടതിൽ. ഇതായിരിക്കണം തെറ്റ് ചെയ്യുന്ന ആള്. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ അള്ളാഹു പല ശിക്ഷയും അവന് കൊടുത്തേക്കും. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. ആരും മാസൂമികളൊന്നും അല്ല, അതൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ സൂക്ഷിക്കണം. ഈ ഭൂമിന്റെ മുകളിൽ നമ്മൾ നടക്കുന്നത്. ആർക്ക് പിടിച്ചു വെക്കാൻ കഴിയും? അള്ളാഹ് ചോദിച്ചു, ഞാൻ വെള്ളത്തെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വെള്ളത്തെ ആര് കൊണ്ടുവരുന്നതാണ്? ഈ ചോദ്യമുള്ള ആയത്തോതിയാൽ ഉടനെ പറയൽ സുന്നത്തുണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകത്തെ പോറ്റുന്ന നാഥാ നീ മാത്രമാണ് കൊണ്ടുവരിക. ഇതല്ലാതെ ആർക്ക് മറുപടിയുണ്ട്? എന്ത് മറുപടിയുണ്ട്? ഏത് ശാസ്ത്രത്തിന് കഴിയും? അമേരിക്കയിലെ വലിയ കൊമ്പത്തരം പറയുന്ന കണ്ടു പറയുന്ന കമ്പനി കൊടുങ്കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പല ഭാഗങ്ങളിലും സുനാമി വന്നു. ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഭൂമി കിടുങ്ങി. എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഭൂമി കിടുക്കം വരാതിരിക്കാനുള്ള രൂപത്തിലുള്ള, വന്നാൽ പൊളിയാതിരിക്കാനുള്ള സംവിധാനങ്ങളോടുകൂടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ നിലംപൊത്തി എവിടേക്കോ പോയി. കോടിക്കണക്കിന് ആസ്തിയുണ്ട് എനിക്ക് ബാങ്കിൽ, കോടിക്കണക്കിന് എനിക്കുണ്ട്. ബാങ്ക് എവിടെ പോയി? നേരം പോലത്തെ കാണാനില്ല. പണക്കാരനെ ഫഖീറാക്കുന്ന റബ്ബ് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഉയർന്നവനെ താഴ്ത്തുന്നത് റബ്ബാണ്, താഴ്ന്നവനെ ഉയർത്തുന്നത് റബ്ബാണ്. അള്ളാഹുവിനെ പേടിക്കണം. കുറച്ചൊക്കെ നമ്മള് മഴയില്ല, കുറെ എങ്ങനെ മഴയില്ല എന്ന് പറഞ്ഞാൽ പോരാ. കുറച്ചൊക്കെ നന്മകൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ബാഹ്യങ്ങളെങ്കിലും അല്പമെങ്കിലും ചിത്രമെങ്കിലും നമ്മൾ നന്നാക്കണം. മുസ്ലിമീങ്ങളെ വല്ല ബേജാറും നമുക്കുണ്ടോ? ഈ നാട് അയ്യായ, ചുരങ്ങര, അമച്ചിപ്പുഴ, പകര, നാലിടവഴി, അല്ല മണൽപ്പുഴ, തലക്കട്ടൂര്, ഇതൊക്കെ ദീനിന്റെ ചിട്ടയിൽ അറിയപ്പെടുന്ന നാടുകളായിരുന്നു. പരസ്യമായി സ്ത്രീകളെ പുതുനാരിയാക്കി ഇറക്കിയിട്ട് വീട് മുതൽ റോഡ് വരെ അന്യ പുരുഷന്മാരുടെ കൂടെ അതാ കൊണ്ടുപോയവർ ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ റബ്ബിനെ ധിക്കരിച്ചവർ മാത്രമാണ്. അന്യ പുരുഷന്മാരോട് കൂടെയാണോ സ്ത്രീകളെ കൊണ്ടുപോകേണ്ടത്? പുതുവരനും പുതുനാരിയും നിന്നിട്ട് കൂട്ടുകാരോട് കൂടെ കൊണ്ടുപോവുകയോ? നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പുതുവരനെ തേടി വരാറുണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ കുറച്ച് പറയാണ്ട്. പഴമയുടെ സ്വഭാവങ്ങൾ നിലനിന്നാലുണ്ടാകുന്ന ഗുണങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാനിപ്പം ഇവിടെ പറയുന്നില്ല. പുതുവരൻ പോകുമ്പോൾ ഒരു കാരണവർ കൂടെ ഉണ്ടായിരുന്നു. ഇന്നതില്ല. എല്ലാം മൊബൈല്, എല്ലാം നെരിയാണിന്റെ ചൂട്ട്, പാൻറ്റുള്ള മക്കള്, ഒരു നേരം റബ്ബിനെ അറിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാത്ത മനുഷ്യര്, അവരാണ് പുതുവരന്റെ കൂടെ പോകുന്നത്. ഒരു നിയന്ത്രിക്കാൻ ഒരാളില്ല. ഉള്ള കോപ്പിനാട്ടികളും പാട്ടുകളും വേണ്ടാത്തതും പാടിയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പുതുവരനെ നിക്കാഹ് ചെയ്യുമ്പോൾ അതാ സ്വീകരിക്കപ്പെടുന്ന ഒരു സാക്ഷിയെ എഴുതാനില്ല. ഏത് നിക്കാഹാണ് സഹിയാവുക? തലമറക്കാത്തവനെ സാക്ഷിക്ക് പറ്റില്ല. നിക്കാഹിനിരിക്കുമ്പോൾ തലമറച്ചാൽ പോരാ. സാധാരണയിൽ തലമറക്കാത്തവന് സാക്ഷിക്ക് പറ്റില്ല. നെരിയാണിയുടെ താഴെ പാന്റ് എടുക്കുന്നവൻ, തുണിയെടുക്കുന്നവന് സാക്ഷിക്ക് പറ്റില്ല. താടി വടിക്കുന്നവന് സാക്ഷിക്ക് പറ്റില്ല. സാക്ഷിയില്ലാത്ത നിക്കാഹ് സ്വഹിയല്ല. അന്യ പെണ്ണുമായുള്ള ബന്ധമാണ് പിന്നെ നടക്കുന്നത്. പിന്നതിലുള്ള മക്കൾ എങ്ങനെ നന്നാവും? പഴയ കാലത്തൊരു കാരണവരുണ്ടായിരുന്നു പുതുവരൻ പോകുമ്പോൾ. അതിന്നില്ല.
കൂത്താട്ടമാണ് പുതിയാപ്പിള പോകല് അല്ലേ? പുതുപെണ്ണിനെ കൊണ്ടുവരാൻ പഴയ കാലത്ത് വരുമ്പോൾ പുതുവരൻ വരുന്നതിന്റെ പിന്നിലായിരുന്നു വന്നിരുന്നത്. ഞാനിപ്പോ അടുത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുത്തു. അപ്പൊ ഒരു വണ്ടി വന്നു, അതിൽ കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ ഞാൻ എന്താ ആരാണത്? അത് തേടികൾ വന്നതാണ്. തേടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ ഞാന് തേടികൾ വരാനായ പുതിയാപ്പിള വന്നിട്ടില്ലല്ലോ, അത് ഒരുക്കാൻ വേണ്ടി ഓരോ ആദ്യം തന്നെ വരികയാണ്. ഇത് കേൾക്കുമ്പോ ടൈം വേഗം പോകാൻ സൗകര്യമാക്കാൻ നമുക്ക് തോന്നാം. അല്ല, ഇവളെ ഒരുക്കി നിർത്തി. പിന്നെ വന്ന പുരുഷന്മാരും ആ പുതുവരനും കൂടെ ഇവളെ കൊണ്ടുപോകണം. എന്നാലേ എന്റെ ഭാര്യനെ എല്ലാവരും കാണുള്ളൂ. ഈ സ്വഭാവം നമ്മൾ മാറ്റണം, പഴമയിലേക്ക് മടങ്ങണം. ഇവന്റെ കൂടെ വന്ന ആ മനുഷ്യന്മാർ, മനുഷ്യൻ പറയാൻ പറ്റില്ല, ആ രൂപത്തിലുള്ള കൗമാണ് വരല്ലേ, അവര് പോയി ആ പിശാച് ഇവിടുന്ന് നീങ്ങിയിട്ടേ കുട്ടിനെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടുള്ളൂ. അതിന് കുട്ടിയും പിശാചായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയും തള്ളിയും ഒക്കെ പിശാചായാൽ പിന്നെ ഇതന്നെ നല്ലത്. എന്റെ മകളെ അന്യപുരുഷൻ കാണരുതെന്ന് ഉപ്പക്ക് ബോധമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുത്തില്ലേ, പിന്നെ പറയാൻ പറ്റുമോ എവിടെ പോയടോ നിന്റെ ഈമാൻ? നിക്കാഹ് ചെയ്ത് കൊടുത്താ ഒന്നായിട്ട് കത്തിങ്കല്ലോ ഒന്നായിട്ട് കൊടുത്തുക. എന്റെ മോളെ നരകത്തിൽ കൊണ്ടാകാനാ കൊണ്ടുപോകുന്നത്. പുതുവരെ നിക്കാഹ് ചെയ്ത് കൊടുത്തോടുകൂടെ ഉത്തരവാദിത്തം മുഴുവനും വീടി എന്ന് മനസ്സിലാക്കണ്ട. നിങ്ങളുടെ മക്കൾ നിങ്ങൾ അഹ്ലികാരാണ്, കടമയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് തൊള്ളയിലെ നാവില്ലേ പറഞ്ഞൂടെ എന്റെ മോളെ പുരുഷന്മാരെ കൂടെ കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? എന്താ പറഞ്ഞാല് ഞങ്ങൾക്കാർക്കും മക്കളൊന്നുമില്ലേ? ഞങ്ങളാരും പെണ്ണൊന്നും കല്യാണം ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമാണോ കല്യാണമൊക്കെ ഉള്ളത്? അങ്ങനെ ഓരോരുത്തരും ആ മുഖത്ത് കട്ടനിട്ടാ തടഞ്ഞു വീഴും. എവിടെ നിന്നാടാ നീ ഇത് പഠിച്ചത്? ഞങ്ങളെ ഭാര്യമാരൊക്കെ തടഞ്ഞു വീഴുക. ആളെ കാണൂല. ആളെ കാണേണ്ട ആവശ്യം എന്താ? കാണേണ്ടതൊക്കെ കാണും, ആളെ കാണും. ഓരോരുത്തരും ഓരോന്നാളെ പറയും, മറ്റുള്ളത് ഉൾക്കൊള്ളും. ഈ ശൈലിയിലാണ് നമ്മുടെ പോക്ക്. അമുസ്ലിം സഹോദരന്മാർ, ഈ നാട് മതേതരത്വ രാഷ്ട്രമാണ്. ഈ നാട്ടിൽ എല്ലാ മതക്കാരും സൗഹൃദമായി ജീവിക്കുന്ന നാടാണ്. ഇവിടെ ഒരിക്കലും പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഓരോ മതക്കാരും അവരവരുടെ ആചാരങ്ങൾ നടത്തിക്കൊള്ളട്ടെ. സ്വൈര്യമായി സന്തോഷത്തോടുകൂടെ നബിദിനം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതിന്റെ അടുത്ത് അമുസ്ലിമീങ്ങളുണ്ട്, അവർക്കിതിൽ യാതൊരു വെറുപ്പുമില്ല, അവരിതിനോട് എതിർപ്പുമില്ല എന്നല്ല, നേർത്ത സാധനങ്ങൾ തരുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. എന്നാൽ അവരുടെ അമ്പലങ്ങളിലും അവരുടെ ഉത്സവങ്ങളിലും അവര് നടത്തുന്ന കാര്യങ്ങളോട് നമ്മളും എതിർപ്പില്ല. അവര് നടത്തുന്നതിൽ നമ്മൾ എതിർപ്പില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിനോട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികളോ മറ്റോ അതിനെ വല്ലതും എതിരിൽ പ്രവർത്തിച്ചാൽ നമ്മൾ എതിർക്കുന്നവരാണ്. ഒരിക്കലും തന്നെ നമ്മൾ അതിന്റെ നേരെ തിരിയാൻ സമ്മതിക്കാത്തവരാണ്. അമ്പലങ്ങളും ചർച്ചുകളും പള്ളികളും ഇഷ്ടംപോലെ സന്തോഷത്തിൽ നീങ്ങുന്ന നാടാണിത്. എന്നാൽ അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ, കലങ്കരികൾ, അയ്യപ്പൻ വിളക്കുകൾ, അതൊക്കെ അവരുടെ മതാചാരങ്ങളാണ്. അത് അവര് വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കതിനോട് ഒന്നും പറയാനില്ല. മുസ്ലിമീങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്. അത്തരം വേദികളിൽ പങ്കെടുക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വൻകുറ്റമാണ്. എന്നാൽ അതിന്റെ അവര് പ്രതിഷ്ഠിക്കുന്ന ദേവന്മാരുടെ സന്തോഷവേളകളിൽ നാം പോകുന്നതിന്റെ വിധി ഹറാമാണെന്ന് ഇമ്മത്ത് പറയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു മതമുണ്ട്, മതത്തിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. കുഫ്രിയത്ത് വരുന്നത്, ശിർക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിനോട് ബന്ധങ്ങൾ പുലർത്തുന്നത്, അത് നമുക്ക് പാടില്ല. ബിംബത്തിന്റെ മുമ്പിൽ നാം നമിക്കാൻ പാടില്ല, നാം കൂപ്പുകൈ കൊടുക്കാൻ പാടില്ല, നാം തീ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. നാം അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ചില നിയമങ്ങളുണ്ട്. നമ്മൾ മതചിട്ടയിൽ ജീവിക്കുന്നത് തീവ്രതയല്ല, അത് മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള ആഗ്രഹമാണ്. ചിട്ടയിൽ ജീവിക്കുന്നത് നമുക്ക് പുറകണ്ടം ചാടിപ്പോകുന്ന പണികളാണ് ഇതൊക്കെ. അതിന്റെ പ്രോത്സാഹനങ്ങൾ നമ്മൾ ചെയ്യരുത്. അമുസ്ലിം സഹോദരന്മാർ അവരുടെ മതാചാരം നടത്തിക്കൊള്ളട്ടെ. ഒരു പള്ളിയിലേക്കോ ഒരു ആണ്ടിലേക്കോ ഒരു അമുസ്ലിം സുഹൃത്ത് വല്ലതും കൊടുത്തത് കൊണ്ട്, ഒരു നേർച്ചയാക്കിയത് കൊണ്ട് ആ അമുസ്ലിം സുഹൃത്തിന്റെ അവന്റെ മതനിയമത്തിന് എതിരുകളില്ല. എന്നാൽ മറിച്ച് ബിംബങ്ങൾക്കോ ദൈവങ്ങൾക്കോ ഒരു മുസ്ലിം നേർച്ചയാക്കിയാൽ
അവൻ മുർത്തദ്ദായി പോകുമെന്നാണ് കർമ്മശാസ്ത്രം. അതുപോലെ ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാൽ അമുസ്ലിം സഹോദരന്മാരെ അവർക്ക് വേണ്ടതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ നമ്മൾ ആദരിക്കണം. അവർക്ക് നമ്മൾ ബഹുമാനങ്ങൾ കണക്കാക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഇനിസ്തജാറക അഹദും മിനൽ മുശ്രികീന ഫഅജിർഹു. ഒരു അമുസ്ലിം സഹോദരൻ നിന്നോട് രക്ഷ തേടിയാൽ നീ അവന് രക്ഷ കൊടുക്കണം. അവനിക്ക് അന്ന് വരുന്ന നിർഭയം വരുന്ന ഏരിയയിൽ അവനെ എത്തിച്ചു കൊടുക്കണം. അവന് എല്ലാ സംരക്ഷണവും കൊടുക്കണം. അത് അമുസ്ലിമീങ്ങളോട് നമ്മൾ ചെയ്യണം. ഇത്തഖി ദഅവത്തൽ മഖ്ലൂം വലൗ കാന കാഫിറാ. മർദിദന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അത് സൂക്ഷിക്കണം. വലൗ കാന കാഫിറാ, അത് അമുസ്ലിം സഹോദരനായിരുന്നാലും ശരി, ഒന്നും ചെയ്യാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല. എന്നാൽ ഒരു അമുസ്ലിമായ മനുഷ്യനെ അപകടം പറ്റിയാൽ, രോഗം കുടുങ്ങിയാൽ നാം അവരെ സഹായിക്കണം. സാമ്പത്തികമായി അവർക്ക് വീടെടുക്കാൻ സാമ്പത്തികമായി നാം സഹായിക്കണം. അവരെ മക്കളെ കല്യാണം ചെയ്താക്കാൻ സാമ്പത്തികമായി നാം സഹായിക്കണം. അതൊക്കെ മനുഷ്യ സ്നേഹങ്ങളാണ്, മനുഷ്യത്വങ്ങളാണ്, കാരുണ്യങ്ങളാണ്. അതല്ല മതാചാരങ്ങൾ. മതാചാരങ്ങളിൽ ശിർക്കിന്റെ പണികൾക്ക് ഒരിക്കലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അവിടെ നാം പങ്കെടുത്ത് ഈമാൻ പോകുന്ന പ്രവർത്തനങ്ങളാണെന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ മറന്നുപോയിട്ടുണ്ട്. നമ്മളിതൊക്കെ മറന്നുപോയിട്ടുണ്ട്. കളിയാട്ടുമുക്കില് കളിയാട്ടത്തിന്റെ ദിവസം മുസ്ലിമീങ്ങൾ പലരും നാളിപ്പോ ഒരു പള്ളിക്ക് പോയപ്പോ അവിടുത്തെ ഖതീബ് ഉസ്താദ് ജുമാക്ക്, ഞാൻ അവിടെ ഒരു വഴിയിൽപ്പെട്ടതായിരുന്നു. അപ്പൊ ഖതീബ് പറയാണ്, പള്ളിക്ക് ആള് കുറവാണ്, കളിയാട്ടുമുക്കില് പരിപാടിയായിട്ടാണ്. ഞാൻ AP ഉസ്താദായിട്ട് വരണുണ്ടോ കളിയാട്ടുമുക്കിൽ തോന്നി. അങ്ങനെയല്ല, നമുക്കിപ്പോ ആളുകൾ പള്ളി കുറവാക്കുക, ഉസ്താദ് വരണമെങ്കിൽ എല്ലാവരും അങ്ങോട്ട് നീങ്ങും. അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സ്. ഉസ്താദിനൊരു നോക്ക് കാണാം, 1000 വട്ടം കണ്ടാലും പൂർത്തി തീരാത്തൊരു മനുഷ്യൻ, ഒരു കറാമത്തുള്ള മനുഷ്യൻ. മറ്റൊരു ഏത് വിഭാഗക്കാരും മൂപ്പരൊന്ന് കാണണം, ഇങ്ങനത്തെ കൂടിയൊരു സാധനം. ആ നിലക്ക് വന്ന് നോക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഒരട്ടം കണ്ടിട്ട് പിന്നെയും കാണാൻ വരുന്നവരുണ്ട്. മൂപ്പര ആളായിട്ടൊന്നും അല്ല, അതങ്ങനെയാ. ഉസ്താദായിട്ട് വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. അപ്പൊ എന്താ കളിയാട്ടം ബുക്ക് ചോദിച്ചു നോക്കുമ്പോ അത് അവിടെ എന്താ കലങ്കരി. നമ്മളെ പിതാക്കന്മാരൊക്കെ കുറെ മുമ്പൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇസ്ലാം ഇവിടെ വന്ന് ഉൾക്കൊണ്ടു നമ്മുടെ പിതാക്കന്മാർ. അവിടെ മുതൽക്ക് മുമ്പ് അങ്ങനെ തന്നെയല്ല ആയിരുന്നോ? നമ്മൾ ആരോടും പ്രശ്നമൊന്നുമില്ല. എന്നിട്ടാ മൊയ്ലിയാരെ പ്രസംഗത്തെ പറയാണ്, നിങ്ങൾക്ക് ജുമാ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അതിനൊക്കെ നന്നായി. ജുമാ കഴിഞ്ഞ ശേഷം കളിയാട്ടം നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ചക്കിക്കൊത്തൊരു ചങ്കരനുമായി തീർന്ന് ഇങ്ങനെ നമ്മളാകെ തകർന്നു. മൂപ്പര് പറയാണ്, ജുമാന്റെ മുമ്പ് പോയത് ശരിയായില്ല, ജുമാ കഴിഞ്ഞിട്ട് പോണം. നിങ്ങള് ജുമാ കഴിഞ്ഞിട്ട് കളിയാട്ടത്തിന് പോവുക. ജുമാ വലിയ വിഷയം, ജുമാ പ്രശ്നം അതല്ലല്ലേ വിഷയം. ശിർക്ക് ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വരുന്ന മുമ്പ് അല്പം മുത്തുനബിയെ പറ്റി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുക, അത് കേൾക്കുക, അത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം കൊടുത്ത വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസം റബീഉൽ അവ്വൽ വലിയ പുണ്യമുള്ള മാസമാണ്. മഹാനായ ഇമാം ഖസലാനി തങ്ങൾ അവിടുത്തെ മവാഹിബിൽ എഴുതുന്നു, ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്തായ രാത്രിയാണ്, മഹത്തായ ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം. ഏത് ദിവസം നബി തങ്ങൾ ഏത് കാലത്താണോ ജനിച്ചത് ആ കാലത്ത് റബീഉൽ അവ്വൽ അത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്തായതാണ്. പിന്നീട് വരുന്ന റബീഉൽ അവ്വലുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമില്ല. അത് വലിയ പുണ്യമായ മാസമാണ്. ഓരോ റബീഉൽ അവ്വലും എന്നതിൽ തർക്കമില്ല, വലിയ പുണ്യമുള്ളതാണ്. അതിന് പ്രത്യേകതകളുണ്ടെന്ന് അല്ലാമ ഇബ്നു ഹാജി തങ്ങൾ അവിടുത്തെ അൽ മദ്ഖലിൽ പറയുന്നു. എന്നാൽ ആദ്യത്തെ റബീഉൽ അവ്വലിന്റെ പുണ്യം ഇതിനുണ്ടോ? രണ്ടഭിപ്രായമുണ്ട്. ബലപ്പെട്ടത് നബി തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ, അതിന്റെ പുണ്യം പിന്നീട് ഖിയാമത്ത് നാൾ വരുന്ന റബീഉൽ അവ്വലിന് ഇല്ല എന്നാണ്. എന്നാൽ ന്യൂനപക്ഷ പണ്ഡിതന്മാരെ പറയുന്നു ആ റബീഉൽ അവ്വലിനും ഇതേ പുണ്യമുണ്ട്. എന്നാൽ ആ പുണ്യം ഉണ്ടെന്നും ഇല്ലെന്നും തർക്കമുണ്ടെങ്കിലും ആ റബീഉൽ അവ്വലുകൾ, ഓരോ റബീഉൽ അവ്വലും വലിയ പുണ്യമുള്ളതാണെന്നതിൽ തർക്കമില്ല. സാധാരണ മാസം പോലെയല്ല റബീഉൽ അവ്വൽ. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ
മഹത്തായതാണ്, പണ്ഡിതന്മാർ തർക്കം പറയുന്നില്ല. ആ മാസം വരുമ്പോഴേക്കും മുസ്ലിമീങ്ങൾ അണിഞ്ഞൊരുങ്ങി. മനസ്സിന് വല്ല കൂളന്തരീക്ഷമാണ്, മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് ഈമാനുള്ളവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണല്ലോ ഈ മാസത്തെ ആദരിച്ചത്. ഹദീസുകളിൽ കാണാം, മുത്തുനബി ജനിക്കാൻ ആനുള്ള മാസം വരുമ്പോൾ, ആ ദിവസം അടുത്തു വരുമ്പോൾ, തസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, സ്വർഗീയ സ്ത്രീകൾ അവർ പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങി. സ്വർഗത്തിൽ പ്രത്യേകമായി പ്രത്യേകമായ അലങ്കാരങ്ങൾ നടന്നു. സ്വർഗീയ മക്കൾ അവർ അലങ്കരിച്ചു, സ്വർഗം അലങ്കരിച്ചു കഴിഞ്ഞു. വനലോകങ്ങളിൽ അലങ്കാരങ്ങൾ നടന്നു, മലക്കളിടയിൽ പ്രത്യേകമായ അലങ്കാരങ്ങൾ നടത്തി. ഇത് ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിനനുസരിച്ച് പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങളൊക്കെ തോരണങ്ങളെ കൊണ്ടും വർണ്ണ ലൈറ്റുകളെ കൊണ്ടൊക്കെ ഭംഗിയാക്കുന്നത് നല്ല കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാണ്. അത് ക്രിസ്ത്യാനിസമല്ല, അതൊരിക്കലും തന്നെ ഒരു കറാഹത്തോ ഹറാമോ ആയ കാര്യമല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ, അതിനെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്, അതിന്റെ ഭാഗമാണ്, അത് കൂലികൾ ലഭിക്കുന്ന ഒന്നാണ്. മുത്തുനബി തങ്ങൾ മിഅ്റാജ് പോയ സംഭവം സഹീഹുൽ ബുഖാരിയിൽ കാണാം. മുത്തുനബി തങ്ങൾ മിഅ്റാജ് പോകുമ്പോൾ ആദ്യമായിട്ട് ഇസ്രാ നടന്നു. ആ ഇസ്രാ നടക്കുമ്പോ ബൈത്തുൽ മഖ്ദിസിൽ സ്വീകരിക്കാൻ അമ്പിയാക്കൾ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഓരോ ആകാശങ്ങളിലെത്തുമ്പോൾ അവിടൊക്കെ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, അവിടൊക്കെ പ്രത്യേകമായ രൂപങ്ങൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ സിദ്റത്തുൽ മുന്തഹയിൽ ചെന്നപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിടൊക്കെ അലങ്കരിച്ചിരിക്കുന്നു നബിതങ്ങളുടെ വരവിന് വേണ്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ വരവേൽപ്പിന് അല്ലാഹു തആല പ്രത്യേകമായി മലക്കുകളിലൂടെ ആദരവ് കാണിക്കുന്നു. റബീഉൽ അവ്വലിന് ആദരവ് കാണിച്ചു, മിഅ്റാജിന് ആദരവ് കാണിച്ചു. അതിനെ ഉദ്ധരിക്കുന്ന മാസമാണല്ലോ പിന്നീട് വരുന്ന റബീഉകൾ. അതിനെ ആദരിച്ചുകൊണ്ട് മർഹബ പറയുന്നത് നല്ല കാര്യമാണ്. മർഹബ ഫ്ലക്സുകൾ വെക്കുന്നത് നല്ല കാര്യമാണ്. മാസങ്ങളോട് മർഹബ പറയുന്നത് ഒരു തമാശയല്ല. റമളാൻ ഷരീഫിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മഗ്ഫിറതി വൽ ഗുഫ്റാൻ എന്നിങ്ങനെ ഖതീബുമാർ റമളാനിൽ മിമ്പറിൽ നിന്ന് പറയുമ്പോ പൊട്ടാത്ത മനസ്സുകളുണ്ടോ? ഒരു തമാശ സലാമല്ല അത്. ഖുതുബയിൽ ലഗ്വ് ചെയ്യുന്നത്, ഫലമില്ലാത്ത വിഷയം ചെയ്യുന്നത്, ഖുതുബയെ ബാത്തിലാക്കി കളയും, നീണ്ടുപോയാലെന്ന് പറയാത്ത ഫിഖഹിന്റെ കിതാബില്ല. ഈ സലാം പറയൽ ഒരു ഫലമില്ലാത്തതാണെങ്കിൽ കുറെ അങ്ങ് നീളുന്നുണ്ട്, കുറെ സലാം പറയുന്നുണ്ട്, അത് ലഗ്വായി പോകും. ലഗ്വ് ചെയ്താൽ ഖുതുബ അത് ലഗ്വാണെങ്കിൽ നീണ്ടുപോയാൽ ബാത്തിലായി പോകുമെന്നാണ്. എന്നാൽ പഴയകാലം മുതൽ നമ്മുടെ ഉസ്താദുമാര് സലാം പറയുന്ന സ്വഭാവം നമ്മൾ കേട്ടതാണ്. റമളാനു ഷരീഫിനെ ആഖിറത്തിൽ കൊണ്ടുവരും. റമളാനു ഷരീഫ് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കും. മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കാരത്തിന് ശേഷം പടച്ചവനെ ഈ മാസത്തെ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിർത്തണേ അല്ലാ, കേടായി സാക്ഷി നിർത്തല്ല അല്ലാ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ എന്ന് ദുആ ചെയ്യുന്ന തലയെക്കെട്ട് കെട്ടിയ മനുഷ്യൻ റബീഉൽ അവ്വൽ വരുമ്പോ റബീഉൽ അവ്വലിന് മർഹബ പറയുമ്പോ എന്ത് മാസത്തിന് ഇങ്ങനെ മർഹബ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാസം വല്ലതും അറിയോ? അതൊരു ടൈമല്ലേ മനുഷ്യ. നിന്റെ തലയെ കെട്ടി അഴിച്ചു വെക്കലാണ് നിനക്ക് നല്ലത്. ദീനിന്റെ അറിവിന് നിനക്ക് കിട്ടിയിട്ടില്ല, അയിമ്മത്തിന്റെ കിതാബിനെ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ വെറും തഅസ്സുബ് കൊണ്ട്, പക്ഷപാതം കൊണ്ട് പറയുന്നു. എത്ര പേര് മൊയ്ലിയരാണ് ഈ കാര്യം. തഅലീമിന്റെ ഭാഗങ്ങളോട് ഒരു ബഹുമാനവുമില്ല, ഒരു ബഹുമാനവുമില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു മൊയ്ലിയര പ്രസംഗം, ആളുകളെ ഉത്ബുദ്ധരാക്കുക, മൂപ്പരാ ഖാദിയും ഖതീബും. മൂപ്പര് പറയാ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ ബഹുമാനിക്കണം.
ഇത് ആദ്യമായിട്ടാണ് പറയും. എന്നാ പിന്നെ ഇയാൾ ബഹുമാനിക്കാത്ത ആളല്ല എന്നാണ് തിരിയല്ലോ. പക്ഷേ ജന്മദിനത്തെ ഇങ്ങനൊക്കെ ബഹുമാനിക്കാനൊന്നും ഇസ്ലാമിലില്ല. മൂപ്പര കൈക്കലാ ഇസ്ലാം. ഇമാമിങ്ങൾ പറയാത്ത, ജന്മദിനത്തിന്റെ മഹത്വം പറയാത്ത ഇമാമിങ്ങളുണ്ടോ? എന്ത് പറയാൻ. മഹാനായ ഇമാം സഖാവി, ഇമാം ഖസലാനി, ഇമാം സിയൂത്തി, ഇമാം ഹലബി, ഇതുപോലുള്ള ഇഷ്ടംപോലെ ഇമാമിങ്ങൾ, കിതാബുകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആര് നോക്കാൻ അറിയണ്ട. ആദ്യം തന്നെ എ പി സാഹിനെ ചീത്ത അറിയാൻ തുടങ്ങിയതല്ലേ. പിന്നെ അപ്പക്കാരെ ഷെയ്ത്താൻ മരിക്കണ നേരത്തെ വരെ ഉണ്ടാവും കൈ. അതോടുകൂടെ തീരുള്ളൂ. ഇമാം സഖാവി പറയുന്നു ലാസാല അഹ്ലുൽ ഇസ്ലാം. ഇതേ വാക്ക് ഇമാം ഖസലാനി പറയുന്നു ലാസാല അഹ്ലുൽ ഇസ്ലാം ഫീ ജമീഇൽ മുദനി വൽ അഖ്താർ. ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ മുഴുവനും റബീഉൽ അവ്വലായാൽ മുത്തുനബിക്ക് വേണ്ടി സദഖ ചെയ്യുന്നു, അന്നദാനങ്ങൾ നടത്തുന്നു, മൗലിദുകൾ ഓതുന്നു, അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്നു, മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യമുള്ള കാര്യമാണ്. എത്ര ഇമാമിങ്ങൾ. സീറത്തുൽ ഹലബി എടുത്തു നോക്ക്, ഫതാവൽ ഹാബി എടുത്തു നോക്ക്, അല്ലാമ അബൂശാമയുടെ അൽ ബാഇസ് എടുത്തു നോക്ക്, ഇമാം സിയൂത്തി തങ്ങൾ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന് തന്നെ പേരിൽ ഒരു കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൗലിദിന്റെ മഹത്വം പറഞ്ഞു. ആർക്കതിനതറിയാം? ഇമാം സിയൂത്തി പറയുന്നതൊക്കെ സുന്നത്തായ കാര്യമാണ്. ഇമാം ഇബ്നു ഹാജ് പറയുന്നു യജിബു, ഇതൊക്കെ ചെയ്യൽ കടമയുള്ള കാര്യമാണ്. റബീഉൽ അവ്വലിനെ ആദരിക്കൽ, 12നെ ബഹുമാനിക്കലും, അന്ന് ദിക്റുകളും തസ്ബീഹുകളും സദഖകളും ചെയ്യലൊക്കെ തുടക്കം പറഞ്ഞത് യജിബു, അതൊരു മുസ്ലിമിന്റെ കടമയാണെന്നാ. ഇമാം സിയൂത്തി പറയുന്നു മാമിൻ ബൈത്തിൻ ഔ മഹല്ലിൻ ഔ മസ്ജിദിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മൗലിദ് ഓതുന്ന പള്ളി, മഹല്ല്, വീട്, ഇങ്ങനെ ഏത് സ്ഥലമുണ്ടോ ഇല്ലാ ഹഫത്തിൽ മലായികത്തു അഹ്ല ദാലികൽ മകാൻ, അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ റഹ്മത്തിന്റെ ആനുകൂല്യമുണ്ടായിരിക്കും, റഹ്മത്തിന്റെ മലക്കുകളുടെ ആനുകൂല്യമുണ്ടായിരിക്കും. അല്ലാഹു തആല പ്രത്യേക കാരുണ്യം ആ സദസ്സിന് കൊടുക്കും, ആ സ്ഥലത്തിന് കൊടുക്കും, ആ പള്ളിക്ക് കൊടുക്കും. വരിദ്വാൻ പ്രത്യേക പൊരുത്തം നൽകും. അത് പറഞ്ഞപ്പോ അഅ്താഹും എന്നാണ് അറബി നിയമപ്രകാരം പറയേണ്ടത്. കൊടുക്കും എന്നതിന് പറഞ്ഞത് അങ്ങനെയല്ല, അമ്മഹും, എല്ലാവർക്കും കൊടുക്കുമെന്ന പ്രയോഗമാണ്. അഥവാ ആ സദസ്സിലുള്ള പുരുഷന്മാർ, ആ സദസ്സിലുള്ള ആളുകൾ അത് മൗലിദിന് വന്നവരല്ല, വിവരമറിയാൻ വന്നവരാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ല. ഏത് കമ്പനിയായാലും മൗലിദിന്റെ സദസ്സിൽ വന്ന ആളുകളെ അമ്മഹും ബിർറഹ്മതി വരിദ്വാൻ. ഇമാം സിയൂത്തി അവിടുത്തെ അൽ വസായിൽ ബിശറഹിൽ മസായിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പിന്നെ അയാളെ പ്രസംഗം എന്താ? നബി തങ്ങൾ വഫാത്തായ മാസമാണിത്, അപ്പൊ ദുഃഖിക്കാണ് വേണ്ടത്. നല്ല മട്ടായി. ഇമാം സിയൂത്തി ഇതേ ആശയത്തെ, ഈ അബദ്ധ ആശയത്തെ ഇമാം സിയൂത്തി വല്ലാതെ ഖണ്ഡിക്കുന്നുണ്ട്. അതൊരിക്കലും ഇസ്ലാമിന്റെ ആശയമല്ല. മുത്തുനബി തങ്ങൾ വഫാത്തായ പേരിൽ ഒരു ദുഃഖാചരണം അത് ഇസ്ലാമിനില്ല. ആര് മരിച്ചാലും ടോപ്പ് ലോകത്തിന്റെ ബലാ മുത്തുനബിന്റെ വഫാത്തല്ലേ. ആര് മരിച്ചാലും അവരുടെ മരണത്തിന്റെ പേരിൽ പ്രത്യേകമായ ദുഃഖാചരണത്തിന്റെ വിധി 4 മദ്ഹബിലും ഹറാമാണ്. ഹറാമാ. അവിടെ ഇമാമിങ്ങൾ പറയുന്നു കറുത്ത കൊടി കുത്തല് പാടില്ല, കറുത്ത തുണിക്കഷ്ണങ്ങൾ ദേഹത്ത് കുത്തല്, നാട്ടില് കുത്തിവെക്കല്, കരിങ്കൊടികൾ, ഇതൊന്നും പാടില്ല. പലരും മുസ്ലിം പേരിലുള്ളവർ നേതാക്കന്മാര് മരിക്കുമ്പോ ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ഏത് നിലക്ക് ചെയ്താലും അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ ഏത് വയസ്സിലേ ചെയ്തെന്നും ചോദിക്കൂല. അള്ളാഹുവിന് മുമ്പിൽ ഇസ്ലാം ഒരു മുസ്ലിമായ മെമ്പർ ചെയ്യാൻ പാടില്ല. അത് ആർക്ക് വേണ്ടി ചെയ്താലും വേണ്ടിയില്ല, പറ്റൂല. അത് അള്ളാന്റെ റസൂൽ വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 ആണ്.
ആ മാസത്തിലാണ് മുത്ത് നബി വഫാത്തായിട്ടുള്ളത്. അപ്പൊ ദുഃഖമാണ് നടത്തേണ്ടത്, ദുഃഖാചരണമാണ് നടത്തേണ്ടത്. തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച അതേ ദിവസം തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തും അള്ളാഹു ആക്കിയതിന്റെ ഒരു പോയിന്റ് തന്നെ ആ ദുഃഖം നമ്മൾ മറക്കാനാണ്, ആ ജനിച്ച സന്തോഷം അന്ന് നമ്മൾ കോർക്കാനാണ്. അല്ലെങ്കിൽ 2 ദിവസമായി അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ അള്ളാഹ് ചെയ്തതിന്റെ പോയിന്റ് എന്നതാ, അവിടുന്ന് വന്നത് അത് വലിയ നേട്ടമാണ്. അവിടുത്തെ വഫാത്തോ മരണം എന്ന് പറയാൻ പാടില്ല, മരിച്ചു എന്നൊന്നും പറയാൻ പാടില്ല, അത് പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, മുഹ്യിദ്ദീൻ ശൈഖ് വഫാത്തായി, മഹാന്മാര് വഫാത്തായി എന്നാ പറയാം. എന്താ വഫാത്ത് പറഞ്ഞാൽ മരണം എന്ന് വഫാത്തിന് അർത്ഥമില്ല. വഫായ ഫീ എന്നതിൽ പോകുന്ന വഫാത്ത് പൂർത്തിയായി, ഭൗതിക ജീവിതം താൽക്കാലികമായി പൂർത്തിയാക്കി എന്നാണ് വഫാത്തിന്റെ അർത്ഥം. അതന്നെയാണ് മഹാന്മാർ അങ്ങനെ ആവുന്നുള്ളൂ. ഭൗതിക ജീവിതം പൂർത്തിയായി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. എന്നാൽ ഈസാ നബിയെ സംബന്ധിച്ച് 2 സ്ഥലത്ത് ഖുർആനിൽ കാണാം, ഇന്നി മുതവഫീക ലമ്മാ തവഫൈതനി മൂസ എന്നനി വഫാത്താക്കിയപ്പോൾ മരിപ്പിച്ചപ്പോൾ നോക്കുവോ? ഇല്ല. ഇന്നി മുതവഫീക, നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ മുതവഫിയാണ്, വഫാത്താക്കുന്ന ആളാണ്. ഇലയ്യ, അങ്ങനെ നിങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുവരും, വഫാത്താക്കിയിട്ട് കൊണ്ടുവരും. മരണം നോക്കുവോ? ഇല്ല. മുതവഫീക എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതം നിർത്തിവെച്ചു, എന്നിട്ട് ആകാശത്തേക്ക് കൊണ്ടുവരും. ഭൗതിക ജീവിതം പൂർത്തിയാക്കി, അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി എന്നാണ്. കാദിയാനികൾ ഈ 2 ആയത്തെടുത്തിട്ടാ ഈസാ നബി മരിച്ചു പോയിക്കുന്നത് പറയല്. നാ മരിച്ചു എന്ന് ആ വാക്കിനോട്ട് അർത്ഥമില്ലേനോ? എന്ത് ചെയ്യാൻ? ഗ്രാമർ അറിയാഞ്ഞാൽ, അറബി ലോകത്തറിയാഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അബുലാല മൗദൂദി, അയാൾക്ക് നല്ല അറബി അറിയുന്ന പലരും പറയില്ല, അയാൾക്ക് അറബി അറിയില്ല. അയാളെ കുറെ അങ്ങനെ അങ്ങോട്ടോടൊക്കെ നടന്നിട്ട് പിന്നെ അയാളെ ചിന്ത ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിച്ചു. ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിക്കണം, ആദ്യം അറബി അറിയണ്ടേ. ഈ മനുഷ്യന് അറബി അറിയില്ല. എന്താ തെളിവ്? ഉമർ മൗലവി പറയണ്ടേ അയാൾക്ക് അറബി അറിയില്ല. അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞൊരു വിവരം ബഖ്തിയാർ ഹസ്രത്തിൽ കേട്ടിട്ട്, ബഖ്തിയാർ ഹസ്രത്ത് ബാഖിയാത്തിൽ നിന്ന് പറഞ്ഞിട്ട്, ആ ക്ലാസ്സിൽ നിന്ന് എനിക്കറിയുന്ന ഒരു ഉസ്താദ് കേട്ടിട്ട് അവരിൽ നിന്ന് വേറെ ആള് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അബുലാല മൗദൂദി മക്കത്ത് വന്നിട്ട് അയാളെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അബുൽ ഹസൻ അലി നദ്വിയെ വിളിച്ചു. എന്തിനാ അങ്ങനെ? അയാൾ ഉറുദുലാ പ്രസംഗിക്കുക, അയാൾക്ക് അറബി പറയാൻ അറിയില്ല. അപ്പൊ ഉറുദുല് പ്രസംഗിക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ ഒരാളെ വിളിച്ചു, അബുൽ ഹസനെ വിളിച്ചു. അങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുത്തു എന്ന് അബുൽ ഹസൻ പറഞ്ഞ വിവരം വ്യക്തമായി സനദിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് അറബി അറിയില്ല. എന്നിട്ട് ഖുർആനിക്കും ഹദീസും ആ അറബി അറിയാത്ത ആൾ തിരിച്ചാൽ അങ്ങനെ ഉണ്ടാവും? നല്ല മട്ടം ഉണ്ടാവും. അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ മട്ടവും. അള്ളാഹുവിന്റെ ദീൻ അവരെ കയ്യിലൊന്നുമില്ല. അതിരിക്കട്ടെ. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ ആദരിക്കുന്നത്, ഇത്തരം സൗകര്യങ്ങളും ഇത്തരം ബഹുമാനങ്ങളൊക്കെ കൊടുക്കുന്നത് അത് കൂലിയുള്ള കാര്യമാണ്. മഹാനായ അബൂ മൂസ സർഹൂനി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു. ഞാൻ എന്റെ വക പറയുകയില്ല. ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് ശാമി തങ്ങൾ അവിടുത്തെ സീറത്ത് നബവിയിൽ എഴുതുന്നു, സുബുലുർ റഷാദി വൽ ഹുദ, ആ കിതാബിൽ എഴുതുന്നു. എന്താ വലിയ കിതാബാണ്, 5-10 വാള്യമുള്ള കിതാബാണ്. മഹാനവറുകൾ പറയുന്നു, അബൂ മൂസ സർഹൂനി വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു. നബി തങ്ങളോട് ചോദിച്ചു, മാ യുഖാലു ഫീ അമലിൽ വലാഇം ഫീ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വലീമത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ അന്നദാനം റബീഉൽ അവ്വൽ നടത്താറുണ്ടല്ലോ, എന്താ തങ്ങളുടെ അഭിപ്രായം? തങ്ങൾ എന്ത് പറയുന്നു? ഖാലമൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി. സീറത്തു ശാമിയിൽ കാണാം, ആരെങ്കിലും എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ അവനെ കൊണ്ട് ഞാൻ സന്തോഷിച്ചു. അല്ലാഹു മുത്തുനബിയെ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുന്നതിന് ഇഷ്ടം പോലെ രേഖകളുണ്ട്. അറിയാത്തത് കൊണ്ട് പലരും പലതും പറയും, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ കഴിയാത്തതുകൊണ്ടും പറയും. എന്തൊക്കെ വിദഅത്താ പറഞ്ഞുണ്ടാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് ജനിച്ചപ്പോൾ ഉണ്ടായ ആശ്ചര്യങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാ വഹാബികൾ. അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് സംഭവിച്ചു എന്ന് ഇവരുടെ നേതാവ് ഇബ്നു കതീർ അയാളുടെ അൽ ബിദായത്ത് വൻ നിഹായയിൽ എഴുതുന്നു, അയാളുടെ സീറത്തുൻ നബവിയിൽ എഴുതുന്നു.
അത് സംഭവിച്ചതായി ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളിൽ 10-20ഓളം ചരിത്ര കിതാബുകളിൽ എഴുതുന്നു. ഇമാമുൽ ഹറമൈൻ അവിടുത്തെ അൽ ഇർഷാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മുത്തുനബി ജനിച്ച ടൈമിലുണ്ടായ ആ ചര്യങ്ങൾ അത് നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിന് തെളിവ് തന്നെ ഇല്ല. ഇമാം സുർഖാനി തങ്ങൾ പറയുന്നു, കിസ്റ രാജാവിന്റെ കൊട്ടാരം കിടുങ്ങി 100 മുഴം മുകളിലേക്ക് അക്കാലത്ത് ജിസ് കൊണ്ടും ആജുറ് കൊണ്ടും എടുത്ത കൊട്ടാരമായിരുന്നു. സിമന്റ് കൊണ്ട്, കുമ്മായം കൊണ്ടും അതുപോലെ തന്നെ അന്നത്തെ ഇഷ്ടിക കൊണ്ടും 100 മുഴം മുകളിലേക്കും 100 മുഴം നീളവും വീതിയിലും ആഴത്തിലും നീളവും വീതിയിലും ഉയരത്തിലും ഉണ്ടാക്കിയതായ അക്കാലത്ത് തുല്യതയില്ലാത്ത ആ വലിയ കെട്ടിടം, അതിൽ നിന്ന് 14ഓളം ഉയർന്ന ഉർഫത്തുകൾ പുറത്തേക്ക് പൊളിഞ്ഞു വീണ സംഭവം ഹദീസിൽ കാണാം. ഇമാം സുർഖാനി പറയുന്നു, ഇന്ന് വരെ ആ രൂപം പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അതിനെ കാണാൻ പറ്റിയ രൂപത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഖലീഫ ഹാറൂൺ റഷീദ് ഭരണത്തിൽ വന്നപ്പോൾ ആ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്ത് ഇഷ്ടം പോലെ നിധികൾ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ജനിച്ചപ്പോൾ കിടുങ്ങിയ പേരിൽ ആ കൊട്ടാരത്തിന് 14ഓളം റൂമുകൾ മുകളിൽ നിന്ന് കൊത്തളങ്ങൾ പൊട്ടി വീണ സംഭവം ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തീരുമാനിച്ച അതിന്റെ അടിഭാഗത്ത് ആയിരക്കണക്കിന് രൂപയുടെ സ്വർണ്ണനിധികളുണ്ടെന്ന വിവരം ഖലീഫ റഷീദിന് കിട്ടിയപ്പോൾ അതൊന്ന് പൊളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ തനിക്ക് പൊളിക്കാൻ കഴിഞ്ഞില്ല. അല്ലാമാ സുർഖാനി തങ്ങൾ പറയുന്നു, ഇന്നും പോയാൽ കാണാം. മുത്തുനബി തങ്ങൾ ജനിച്ച അന്ന് സംഭവിച്ച ഇവിടുത്തെ കൊമ്പന്മാരെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള കിസ്റ രാജാവ്, കൈസർ രാജാവ്, അവർക്കൊക്കെ അവരുടെ കൊട്ടാരങ്ങൾ അതാ വിറച്ചുപോയി. ആ നാടുകളൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. പിന്നീട് ഷാം നാടടക്കം ബുസ്ര അടക്കം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ കണ്ണിലതാ ജനിച്ച ടൈമിൽ കാണിക്കപ്പെടുന്നു. എന്റെ ഉമ്മ കണ്ട കാഴ്ചയാണ് ഞാനെന്ന് ഖാല റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സംഭവിച്ചത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാ രംഗത്തും ഇടിച്ചു താഴ്ത്തുന്നവർ മുത്തുനബിയുടെ മഹത്വം താഴ്ത്താൻ വേണ്ടി ഇതും നിഷേധിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ജനിക്കുമ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് ജനിച്ചതെന്ന് ഇഷ്ടം പോലെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില ഹദീസുകൾ സ്വഹീഹാണ്, ചില ഹദീസുകൾ ഹസനാണ്, ചില ഹദീസുകൾ ലഈഫാണ്. നീ ഏറിപ്പോയാൽ ലഈഫാണെങ്കിൽ തന്നെ ലഈഫായ ഹദീസുകൾ ചരിത്രം പറയാൻ അത് പറ്റുമെന്നതിൽ പണ്ഡിതർക്ക് രണ്ടഭിപ്രായമില്ല എന്ന് ഇമാം നവവി തങ്ങൾ അവിടുത്തെ അദ്കാറിൽ പറയുന്നു. അജ്മഅൽ ഉലമാ. ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ സുനനുൽ കുബ്രയിൽ പറയുന്നു. ഇമാം മഹല്ലി തങ്ങൾ അവിടുത്തെ ശറഹുൽ മഹല്ലിയിൽ പറയുന്നു. അതാ പറയാത്ത കിതാബുണ്ട് ശറഹുൽ മുഹദ്ദബിലും കാണാം. ലഈഫായ ഹദീസുകൾ സൽക്കർമ്മങ്ങൾക്ക് പറയാം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചരിത്രം പറയാൻ ഉപയോഗിക്കാം. ഫിൽ ഫളായിലി വൽ ഫവാദിലി എന്ന് ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ അവിടുത്തെ മിനഹുൽ മക്കിയയിൽ പറയുന്നു. തർക്കമില്ല. ഇനി ആ ഹദീസ് ലഈഫാണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ മുത്തുനബിയുടെ മഹത്വം പറയാനുള്ളതാണ്. മുത്തുനബിയുടെ മഹത്വം പറയാൻ അത് ലഈഫായ ഹദീസിന് യാതൊരു കേടുമില്ല. ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ദുർബലമായ ഹദീസ് എന്ന് അർത്ഥം കൊടുക്കാൻ പാടില്ല. അത് പണ്ഡിതന്മാര് അറിയാത്ത അർത്ഥമാണ്. പല ആധുനിക പ്രാസംഗികന്മാരും മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന പലരും അതാ അവരുടെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ലഈഫ് എന്ന് പറയുമ്പോൾ അതാ ലേഖനത്തിൽ കാണാം ഒരു കോളത്തിൽ ദുർബലമായത്. മൗലൂ എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിൽ അതാ വ്യാജമായത്. സ്വഹീഹിന്റെ നേരെ കോളം ഉണ്ടാവില്ല. സ്വഹീഹ് എന്ന പദത്തിന്റെ നേരെ കോളം കാണൂല. ശരിയായ ഹദീസ് എഴുതിയിട്ടുണ്ടാവില്ല. ഹസനിന്റെ അവിടെ ഒരു കോളം കാണൂല. നല്ല ഹദീസ് അങ്ങനെയുള്ള അതിന്റെ ഭാഷാർത്ഥം അത് എഴുതൂല. കാരണം അത് എഴുതിയ പിടുത്തം കിട്ടൂല. ലഈഫിന്റെ അവിടെ എഴുതും ദുർബലമായത്. അതുപോലെ തന്നെ മൗലൂഇന്റെ എന്ന് എഴുതിയാൽ അവിടെ എഴുതും വ്യാജമായത്. ഇത് മുഴുവനും തെറ്റാണ്.
ദുർബലമായത് എന്നല്ല ലഈഫായ ഹദീസ് എന്നതിന്റെ താല്പര്യം. അങ്ങനെ ഒരു സാങ്കേതിക അർത്ഥം തന്നെ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, പൊതുജനങ്ങൾ കൂടുതലുള്ള സഹായത്തുണ്ട്, അതിലേക്ക് കൂടുതൽ കടക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇവിടൊക്കെ നടക്കുന്ന എഴുത്തും കുത്തിനെ പറ്റിയാ. വല്ലാതെ സൂക്ഷിക്കണം സഹോദരന്മാരെ, അള്ളാന്റെ ദീൻ അറിയാതെ. സക്കരിയ സ്വലാഹി അടുത്ത് എഴുതി ഞാൻ വായിച്ചു, മനുഷ്യൻ എഴുതിയിരിക്കുന്ന അള്ളാന്റെ റസൂലിനെ അങ്ങനെ ചേലാക്കർമ്മം സുന്നത്ത് കല്യാണം ചെയ്യപ്പെട്ട നിലക്ക് ജനിച്ചു എന്ന ഹദീസിന് അയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്ത് പറ്റിയ ആ മനുഷ്യനെ തമ്പുരാനെ? അയാളെ ജിന്ന് തലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ അയാൾ പറയുന്നത്? ഒരു ഇൽമും ആ മനുഷ്യന്റെ അടുത്തില്ല, വെറും ധിക്കാരങ്ങൾ മാത്രം. ഇങ്ങനെ മുത്തുനബി എടിച്ചു താഴ്ത്തിയിട്ട് നിനക്കെന്ത് കിട്ടാൻ മനുഷ്യ? ഒരു ദിനം ആ മുഖം കാണണ്ടേ നിനക്ക്? എന്തിരിക്കും തമ്പുരാനെ? ഇങ്ങനെ കുതിര കയറലല്ലാതെ ആ പിശാചിനറിയില്ല. അതുപോട്ടെ, അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ മദ്ഹാണ് നമുക്ക് പറയാനുള്ളത്. അഇദ് മദ്ഹഹു ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു ബിഔസാഫിഹി തുദിലാ ഇദാ ഹിയ തസ്തഊ. അഇദ് മദ്ഹഹു, റസൂലുള്ളാഹിന്റെ മദ്ഹിനെ നീ മടക്കി മടക്കി ചൊല്ലിക്കോ. ചൊല്ലിയത് ജന്ന ചൊല്ലിക്കോ. ബുർദ ചൊല്ലി 1 വട്ടം ചൊല്ലി, 2 വട്ടം ചൊല്ലി, 10 വട്ടം ചൊല്ലി, 100 വട്ടം ചൊല്ലി, നിർത്തല്ല. അതിനെ മടക്കി മടക്കി ചൊല്ലിക്കോ. എന്തേ അതിന്റെ ഫലം? ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു, ഹൃദയങ്ങൾക്ക് മഹബ്ബത്ത് കൂടും. റസൂലുള്ളാഹിന്റെ മദ്ഹ് പല പ്രാവശ്യം മടക്കി ചൊല്ലിയാൽ സ്വന്തം ഇരുന്ന് ബുർദ ഇങ്ങനെ മടക്കി മടക്കി ചൊല്ലൂ, എന്നാൽ നിന്റെ ഹൃദയത്തിൽ മുത്തുനബിന്റെ മഹബ്ബത്ത് വർദ്ധിച്ചു വരും. മാത്രമല്ല നബി തങ്ങളുടെ വിശേഷണങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ പദ്യമായോ ഗദ്യമായോ ചൊല്ലിയാൽ അത് നിന്റെ ഹൃദയത്തിന്റെ കറയെ നീക്കുന്നതാണ്. കറ പിടിച്ചു പോകുന്ന ഹൃദയമല്ലേ നമ്മുടെ ഹൃദയം. കുല്ലമാ അദ്നബൽ അബ്ദു വഖഅത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ. മുത്തുനബി തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട് ഏത് തെറ്റ് പറ്റിയാലും ഉടനെ തന്നെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. ബൽദാന അലാ ഖുലൂബിഹിം, ഹൃദയം കറുത്തു പോകുന്നു, ഹൃദയം കറ പിടിച്ചു പോകുന്നു. ആ കറ നീക്കാനുള്ള മാർഗം എന്താണ്? മഹാന്മാര് പഠിപ്പിക്കുന്നു. ബിഔസാഫിഹി തുജിലാ ഇദാ ഹിയ തസ്തഊ. ഹൃദയം കറ പിടിച്ചാൽ ആ കറ നീക്കാനുള്ള മാർഗമാണ് മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലുക. പദ്യമായാലും തരക്കടില്ല, ഗദ്യമായാലും തരക്കടില്ല. ബർസഞ്ചി മൗലൂദ് അതിൽ പദ്യങ്ങൾ കാണൂല, ഇല്ല എന്നല്ല, വളരെ വിരളമാണ്. എന്നാൽ അതിന്റെ ഓരോ വാക്കുകളും വല്ലാത്ത മുത്തുമണികളാണ്, ആരും അത് ഓതലില്ല. ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദ് അവിടുത്തെ വീട്ടിലെ മൗലിദിൽ ബർസഞ്ചി മുഴുവനും ഷഅറു മുബാറക് പ്രദർശനത്തിന്റെ ദിവസം സുബഹിക്ക് അൽഹംദുലില്ലാ ഞാൻ പോയിരുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ നിസ്കരിക്കാൻ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ പടച്ചോനെ പള്ളിയിൽ ആ നേരത്തെ 3 മണി 4 മണിക്ക് വന്നിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാം ഷഅറു മുബാറക്കിന്റെ പരിപാടിക്ക് പങ്കെടുക്കാം. അല്ലാഹ് അൽഹംദുലില്ലാ അതൊന്നും കടക്കാൻ ടൈമില്ല. അള്ളാന്റെ റസൂലിന്റെ ഷഅറു മുബാറക്കിന്റെ പ്രദർശന ദിവസം ആദ്യമായി അവിടെ ഓതിയ മൗലിദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ബർസഞ്ചി മൗലിദാണ്. അതിന്റെ എല്ലാ ഹദീസ് ഉസ്താദ് തന്നെ ഓതിയതും. അൽഹംദുലില്ലാ വല്ലാത്ത ഫലമുള്ള മൗലിദാണ് ബർസഞ്ചി. മറ്റ് മൗലിദുകളെക്കാൾ മുത്തുനബിയുടെ സീറ ചുരുങ്ങിയ രൂപത്തിൽ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു നിർത്തുന്ന ഒരു മൗലിദ് രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബർസഞ്ചി മാത്രമാണ്. മുഹമ്മദുൽ ബർസഞ്ചി, ജഅഫറുൽ ബർസഞ്ചി മദീനയിൽ കൊഴിഞ്ഞുപോയ സയ്യിദ് കുടുംബങ്ങളാണ്. വല്ലാത്ത കറാമത്തുള്ളവരാണ്. ബദരിയത്തുൽ ഹംസിയ, ബദരിയത്തുൽ റായിയ, ഇഷ്ടംപോലെ ബദരിയത്ത് അവർ എഴുതിയിട്ടുണ്ട്. ബർസഞ്ചി മൗലിദിന് അതേ പദങ്ങൾ ഉപയോഗിച്ച് നൂന് കൊണ്ട് അവസാനിക്കുന്ന ബർസഞ്ചി സയ്യിദന്മാരിൽപ്പെട്ട ഒരു മഹാൻ രചിച്ച നൂനിയെയും കാണാം. അൽഹംദുലില്ലാ ഞാൻ മുതഅല്ലിമീങ്ങൾ ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. നിർബന്ധമായും മക്കളെ അതൊക്കെ ഓതണം. ബഹുമാനപ്പെട്ട ഉള്ളാള തങ്ങൾ പാപ്പ ബർസഞ്ചി കാണാതെ അറിയുന്ന ആളാണ്. പഴയ കാലത്ത് പള്ളി ദർസിൽ സബുക്കായി കൊണ്ട് ഓതിയിരുന്ന മൗലിദായിരുന്നു ബർസഞ്ചി.
മങ്കൂസ് മൗലൂദ് ഷറഫുൽ ഓതിയിട്ടില്ല എന്നല്ല, ഞങ്ങൾ മങ്കൂസ് മൗലൂദ് ചെറിയ ഉസ്താദിന്റെ ഒക്കെ ഓതിയിട്ടുണ്ട്. അയ്യായിൽ ദർസ് നടത്തിയിരുന്ന നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ മങ്കൂസ് മൗലൂദിന് നല്ല ഒരു ഷർഹ് അതിന്റെ ഹാംഷിയായി എഴുതിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് പള്ളിയിൽ നിന്ന് മങ്കൂസ് മൗലൂദ് ഓതി തന്നിട്ടുണ്ട്. അത് ഇപ്പോഴും അതിന്റെ എ തൊട്ട് സെഡ് വരെ എനിക്ക് ഓർമ്മയിലുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ പറയുന്നത് അതൊക്കെ ഓതണം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മൗലിദാണ് ബർസഞ്ചി. അത് പഴയ കാലത്തെ എല്ലാവരും ഓതിയിരുന്ന കിതാബുമാണ്. അത് നല്ല ഒരു സീറയാണ്, ചരിത്രമാണ്. അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചാൽ തന്നെ മഖാമാത്ത് ഹരീരി ഓതിയ ഫലം കിട്ടും. മഖാമാത്ത് ഹരീരി എന്തിച്ചിട്ടിരിക്കണ്? അഹിബ്ബതനാ തിബ്തും വത്വാബ ഹദീസുകും. കൂട്ടുകാരെ, നിങ്ങൾ വല്ലാതെ ഗുണം ചെയ്തവരാണ്, വല്ലാതെ നന്മയുള്ളവരാണ്. നിങ്ങളുടെ ചർച്ച, നിങ്ങൾ പാടുന്നത്, നിങ്ങൾ പറയുന്നത് വല്ലാത്ത ഗുണമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ സംഘടിപ്പിച്ച പരിപാടിയോട് തുല്യമായ പരിപാടിയില്ല. മുത്തുനബിയെ പറ്റി നിങ്ങൾ പാടുന്ന ആശയങ്ങൾ എന്റെ കൽബിലേക്ക് എത്തുമ്പോൾ എനിക്ക് മദീനയിലെത്താത്ത ദുഃഖം കൊണ്ട് ക്ഷമ വരുന്നില്ല. ഇമാം മുഹമ്മദുൽ ബഗ്ദാദി തങ്ങളെ വരികളാണ് ഞാൻ പാടിയത്. അടുത്ത അൽഹംദുലില്ലാഹ് അവിടെ ചെല്ലുമ്പോൾ വിത്തിരിയ അതിലെ വരികളാണ്. മുത്തുനബിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടി, അവിടുത്തെ മദീ പറയുന്ന സദസ് അത്രത്തോളം തുല്യമായതില്ല. അതല്ലേ റബീഉൽ അവ്വൽ 1 മുതൽക്ക് തുടങ്ങിയല്ലോ. അൽഹംദുലില്ലാഹ്, നമ്മൾ മൗലിദ് ഓതാൻ 1 മുതൽക്ക് നമ്മൾ തുടങ്ങിയല്ലോ. പള്ളിയിൽ ഇശാ ബാങ്ക് കൊടുക്കുന്ന മുമ്പോ ശേഷമോ മൗലിദ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ദർസുകളിലൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഉസ്താദുമാരുടെ ദർസിലുണ്ട്. കിടന്നുറങ്ങുന്നത് റബീഉൽ അവ്വൽ 30-നും മുത്തുനബിയുടെ അഷ്റഖ ബൈത്ത് 14 വരികൾ യാ നബി സലാം എന്ന് ലൈറ്റ് കെടുത്തി മുത്തുനബിയിലേക്ക് മനസ്സ് കൊടുത്ത് നബിയേ ഈ സലാം കേൾക്കണം, നബിയേ ഈ സലാം കേൾക്കണം എന്ന് പറയാതെ ഞങ്ങളെ ദർസിലൊന്നും മുതഅല്ലിമീങ്ങൾ ഉറങ്ങാറില്ല. അൽഹംദുലില്ലാഹ്, എന്തൊരു ആനന്ദമാസം! എത്ര ആളുകളാണ് റബീഉൽ അവ്വലിൽ മുത്തുനബിയെ കണ്ടത്! എത്ര ആളുകൾ കണ്ട്! സഹോദരന്മാരെ, നമുക്ക് കാണണ്ടേ മുത്തുനബിയെ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് അങ്ങനെ ഒരു മൗലിദ് എല്ലിയൊക്കെ ഉണ്ട്. മൗലിദിന്റെ എവിടെയില്ല തന്താരടക്കപ്പ മറ്റേ ആ ചെയ്ത്താമ്പട്ടിയിൽ നോക്കിയിരിക്കല. ബേസന്മാരടക്കം ചെയ്ത്താമ്പട്ടിയാണ് അവർക്ക് വലിയത്. ഹജ്ജ് കഴിഞ്ഞ് അറഫ കഴിഞ്ഞിട്ട് മക്കത്ത് റൂമിൽ വന്നപ്പോ താനാളൊരു സിദ്ദീഖ് ഹാജിനോട് കൊടകുകാരനായ ഒരു വയസ്സനായ ഹാജി പറയാണ്, അപ്പൊ എല്ലാ റൂമിലും ഇപ്പോ അവിടെ ഈ സൗകര്യം ഉണ്ട്, ഈ ചെയ്താമ്പട്ടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത് എല്ലാ നമ്മളെ നാട്ടിൽ ഇപ്പൊ അവിടെ മക്കത്ത് കണ്ടതുകൊണ്ട് ഇവിടെ ഇപ്പൊ അത് സുന്നത്താന്നുള്ള ചിന്തയിലാണ് ഇപ്പൊ ഓരോരുത്തരും ഉള്ളത്. ഏതായിരുന്നാലും വേണ്ടിയില്ല, അത് ആ പെട്ടി അവിടെ കണ്ടപ്പോ ഈ വയസ്സൻ പറഞ്ഞേക്കണോ സിദ്ദീഖ് ഹാജിനോട്, ആചാരെ അതൊന്ന് ഇട്ടാണി. കണ്ടിട്ട് കുറെ ദിവസമായി. അറഫീന്ന് അള്ളഹാനോടുള്ള ദോഷം മുഴുവനും പുറത്ത് തന്നെ നൊന്ത് കരഞ്ഞിട്ട് വരികയാണ്. ആ പറയാണ് അതൊന്ന് ഇട്ടാണെന്ന് നോക്കട്ടെ, കുറെ ആയി ഇപ്പൊ കണ്ടിട്ട്. അപ്പൊ ഈ മനുഷ്യൻ ഹജ്ജ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് വയസ്സന്മാരടക്കം തസ്ബീഹ് അങ്ങനെ കൈക്കെ പിടിച്ചിട്ട് ഇതിൽ നോക്കി അമ്മമാരൊന്ന് കസേലിട്ട് അമ്മ വരി, അതാ 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 കുട്ടികൾ തിട്ടൊടുക്കാം, അമ്മമാരിങ്ങനെ ഇങ്ങനെ ചെല്ലിനുണ്ട്, കൈക്കതുണ്ട്, സ്വീപ്പാക്കല്ല സ്വീപ്പാക്കല്ല, അതിങ്ങനെ നോക്കി ചെയ്യാം. എന്തുണ്ടോ ഇതുകൊണ്ടൊക്കെ കാര്യം? നിന്റെ വീട് അതൊക്കെ എടുത്ത് മാറ്റി, നിർബന്ധമുള്ളതോ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടതോ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ കാണാൻ വേണ്ടി ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല കാണാൻ വേണ്ടി, കാണണ്ട എന്നും പറയുന്നില്ല. പക്ഷേ ഇതിമങ്ങ് കൂടി എല്ലാം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയാൽ ടെലിവിഷൻ ഇവിടെ വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾതങ്ങൾ പാപ്പാടെ ഷെയ്ഖായ ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട നൂറുദ്ദീനുൽ മക്കി എന്ന വലിയ ആലിമ് അന്ന് മക്കക്കാരോട് ഓർമ്മപ്പെടുത്തിയ വരിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടിയത്. ചിത്രം കാണാൻ സൗകര്യമുള്ള വീടുകൾ ഏതുണ്ടോ ആ വീട്ടുകാരെ സ്വാഹിബുഹു, ആ വീട്ടിന്റെ ഉടമയോട് ഒരു കാര്യം പറയാനുണ്ട്. നിന്നെ അല്ലാഹു വെറുതെ വിടുകയില്ല. അത് ആഖിറത്തിലെ അവസ്ഥയാണെങ്കിൽ അതാണല്ലോ ആദ്യം പേടിപ്പെടുത്തേണ്ടത്. മഫ്തൂൻ, നിന്റെ കുടുംബത്തിൽ ഫിത്ന പറ്റും. അങ്ങനെ തന്നെയല്ലേ മക്കള് മുഴുവൻ ആ പെണ്ണിന്റെ ഒപ്പം ഈ പെണ്ണിന്റെ ഒപ്പം അതിന്റെ ഒപ്പം ഇതിന്റെ ഒപ്പം പോയില്ലേ? ഫിതനയില്ലാത്ത ഭാര്യ ഫിതനയിലാകും,
മക്കൾ ഫിത്നയിലാകും. കമ്പ്യൂട്ടർ പേരും പറഞ്ഞ് വേണ്ടാത്ത ചിത്രങ്ങൾ മുഴുവനും കാണുന്ന മക്കളായി മാറിയില്ലേ നമ്മളത്? വിദ്യാഭ്യാസം അതിന് കുറെ പ്രോത്സാഹനങ്ങളും. ജനങ്ങൾ പ്രോത്സാഹിതരാണ് അതിലേക്ക്. ഇനി പ്രോത്സാഹനം ഉണ്ടാക്കണം. ജനങ്ങൾ ഭൗതികത്തിലേക്ക് പ്രോത്സാഹിതരാണ്. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളെ ഭൗതിക വിരക്തി ഉണ്ടാക്കാനാണ് കാര്യമായി നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ ജനങ്ങളെ കൽബിൽ നിന്ന് അകന്നു പോകുന്നു. ഭൗതിക കാര്യങ്ങൾ അറിയേണ്ടത് അറിഞ്ഞേ പറ്റൂ. കാലോചിതമായ അനുവദിക്കപ്പെടുന്ന പുരോഗമനങ്ങളൊക്കെ നമ്മൾ എടുക്കുക തന്നെ വേണം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അതിന്റെ ആളായിട്ട് അതിന്റെ പ്രോത്സാഹന രംഗത്തേക്ക് വന്നാൽ പിന്നെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. കഴിഞ്ഞുപോയ മഹാന്മാർ അവർക്ക് പ്രയാസം വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ അവര് കണ്ടിരുന്നത് മുത്തുനബിയെയാണ്. രോഗം വന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് പാടുന്നു. അവിടുത്തെ സുബ്ഹാന മൗലിദിൽ കാണാം, ومريضا أنت زائره قد أتاه الله بالفرج. ومريضا ഏതൊരു രോഗിയും അന്ത ജായിറുഹു ആരോഗ്യന്റെ അരികിൽ തങ്ങൾ വന്നാൽ അല്ലാഹു ആരോഗ്യക്ക് കൊടുക്കുന്നതാണ്. ബിൽ ഫറജി ആരോഗ്യത്തിന് തുറസ് അല്ലാഹു കൊടുക്കുന്നതാണ്. എത്ര രോഗികളാണ് മുത്തുനബിയെ കൊണ്ട് ശിഫ കിട്ടിയത്. വഫാത്തിന്റെ മുമ്പ് മാത്രമല്ല, അവിടുന്ന് വഫാത്തിന്റെ ശേഷം ആയിരക്കണക്കിന് രോഗികൾക്ക് ശമനം നൽകിയിട്ടുണ്ട്, രോഗം ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കാരുണ്യമാണത്, അള്ളാഹു കൊടുത്ത സ്ഥാനമാണത്. ദവാഇ ഇദാമദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദീഹു റസൂലിൻ ബി ശഫാഅത്തി യുഫറദു സ്വലാത്തുൻ. ചൊല്ലിക്കാണ് നിങ്ങള് എല്ലാവരും കാവുടിച്ചാണ്, തൊള്ളിയിൽ കാവേണ്, തുപ്പണ്ട. അൽഹംദുലില്ലാഹ്, ഈ പരിപാടി ഒരു ചെറിയ പരിപാടിയല്ല. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, പിന്നെ ഫാദിലിന്റെ ബുറുദൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിന് തന്നെ